അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആഷി ഉസ്താദിൻ്റെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ ഹാദിയക്ക് വല്ലാതെ നാണം വന്നു. എന്നാൽ അവളുടെ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന നുണക്കുഴിയിലേക്ക് ആഷി ഉസ്താദ് നോക്കി. എന്താടി എന്താ നീ മുഖത്ത് നോക്കാത്തത്? ഒന്നുമില്ല ഉസ്താദേ. ആ പിന്നെയുണ്ടല്ലോ, ഇനി ഉസ്താദ് എന്നുള്ള ആ ഒരു വീഡിയോക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ കേട്ടോ. അതെന്താ? അല്ല, ഇനിയിപ്പോൾ പലരൊന്നും വിളിക്കാനുണ്ടല്ലോ. എന്നാൽ ശരിക്കും അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ അങ്ങ് നാണം തോന്നി. ഉസ്താദേ, ആ ഒരു വിളി അതൊരു പവർ തന്നെയല്ലേ? ഓഹ്, പവറുണ്ടോ? ഉസ്താദെന്ന് വിളിക്കുമ്പോൾ നിനക്ക് പവർ കിട്ടുന്നുണ്ടോ? മാഷാ അല്ലാ, ആയിക്കോട്ടെ, അതിനെന്താ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിളിച്ചോ, നോ പ്രോബ്ലം. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു, അല്ല ഹാദി, എന്നാ നിക്കാഹിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്? ആ, അത് ഇൻഷാ അല്ലാ, അത് വൈകാതെ തന്നെ. ആ, എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, പഠിക്കണ്ടേ? നിക്കാഹ് കഴിച്ചാൽ മാത്രം മതിയോ? ആ, അല്ലാഹുവേ, പഠിക്കണം, പഠനം തന്നെയാണല്ലോ മുഖ്യം. അപ്പോൾ നിക്കാഹ് അതും വേണം. എന്നാൽ പിന്നെ നിക്കാഹ് കഴിച്ചിട്ട് പഠിച്ചാലോ? ആ, ഇൻഷാ അല്ലാ, അതാണ് മനസ്സിനുള്ളിലെ ആഗ്രഹം. ഉസ്താദിന് ബുദ്ധിമുട്ടാവോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ പെണ്ണേ. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്. നിൻ്റെ വീട്ടിലെത്ര സൗകര്യങ്ങളും സുഖങ്ങളും അടങ്ങിയതല്ല കേട്ടോ എൻ്റെ വീട്. ഇവിടെ എന്ന് വെച്ചാൽ നിനക്ക് സ്വർഗമായിരിക്കും. അതെ, സുഖസുന്ദരമായ ജീവിതം. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ നിനക്ക് അത്ര അങ്ങ്. അതിനെന്താ എൻ്റെ ഉസ്താദേ, ഒരുപാട് സ്വത്തും സമ്പത്തും ഒന്നല്ലല്ലോ നമുക്ക് വേണ്ടത്. സുഖങ്ങളും നമുക്ക് സമാധാനമല്ലേ വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഞാൻ അത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ്, സമാധാനപരമായ ജീവിതം എന്നുള്ളത്. എല്ലാം ഉണ്ടായിരുന്നു എനിക്ക്, ഒരുപാട്. പക്ഷേ എന്ത് ചെയ്യാൻ? പെട്ടെന്ന് അത് ആഷി ഉസ്താദ് അത് ഓർത്തു. പാവം, ആ പെണ്ണിൻ്റെ കാല് വരെ മുറിച്ചിട്ടിട്ട് ആ ദ്രോഹി സുഖമായി നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആഷി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ഹാദി അത് കണ്ടു. ഉസ്താദെ, കരയണ്ട, എല്ലാം അള്ളാഹുവിൻ്റെ വിധിയല്ലേ, സാരല്ല. പിന്നെ ഉസ്താദെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? എൻ്റെ ഹാദിക്ക് എന്ത് കാര്യം എന്നോട് പറയാനുള്ളത്? ഉസ്താദെ, അത് പിന്നെ ഉണ്ടല്ലോ, ഉസ്താദിന് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരവരുടെ ഭാര്യമാരുടെ കൂടെ ടൂർ പോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ എൻ്റെ ഉസ്താദ് മാത്രം എന്നെ ഈ ഒരു അവസ്ഥയിൽ ആകുമ്പോഴതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉസ്താദേ, അങ്ങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അങ്ങയുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. കാരണം എൻ്റെ ജീവിതം അതങ്ങനെയാണല്ലോ. അങ്ങ് ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം ഒരു പക്ഷേ കിട്ടില്ല എന്നെക്കൊണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, അങ്ങ് ഇനിയും ഞാൻ അവസരം തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ. ഹാദിയ, നീ എന്തീ പെണ്ണ് പറയുന്നത്? ഉസ്താദെ, കാലുകൾ കൊണ്ട് ശരിക്ക് ശേഷിയില്ലാത്ത ഞാൻ ഉസ്താദിനൊരു ഭാരമാകില്ലേ ജീവിതത്തിൽ? ഉസ്താദിന് അതൊരു സങ്കടമാവില്ലേ? ഉസ്താദെ, അങ്ങ് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടിൻ്റെ ഉസ്താദിനാവരുത്. അതെ, എന്നും വീൽ ചെയറിലിരിക്കുന്ന ഞാൻ, എന്നെ തള്ളിക്കൊണ്ടു പോകുന്ന ഉസ്താദ്, അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് വന്നല്ലോ എന്നെ കാണാനും സ്വന്തമാക്കാനും. എൻ്റെ മനസ്സ് നിറഞ്ഞു ഉസ്താദെ. ഇതിനേക്കാളും വലിയൊരു സൗഭാഗ്യം എനിക്ക് എന്താ ഉള്ളത്? എന്നാൽ ആഷി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, മുഖം വല്ലാതെ ചുവന്നു. ഹാദിയ, ഞാൻ ആഗ്രഹിച്ചത് നിൻ്റെ ശരീരം മാത്രമല്ല, സത്യമായിട്ടും. ശരിക്കും തൻ്റെ ഉസ്താദ് നിറമിഴികളോടെ അവളോടത് പറഞ്ഞപ്പോൾ ഹാദിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ പറഞ്ഞു, ഉസ്താദേ, എനിക്കെല്ലാം അറിയാം. പക്ഷേ എൻ്റെ ഉസ്താദിന് ബുദ്ധിമുട്ടാവുമോ എന്നെക്കൊണ്ട്? കാരണം ഈ ഒരു അവസ്ഥയിൽ ഞാൻ ശരിക്കും അവൾ വിതുമ്പിപ്പോയി. എന്നാൽ
ഉസ്താദിന് അവളെ കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിപ്പോയി. പക്ഷേ നിക്കാഹ് കഴിഞ്ഞിട്ടിൽ ഇല്ല ഹാദിയ, കരയണ്ട. എന്നാൽ ഉസ്താദ് അതാ അവളുടെ വീൽ ചെയർ തള്ളിക്കൊണ്ട് അതാ അപ്പുറത്തേക്ക് പോവുകയാണ്. ഹാദി, പിന്നെ എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമാണടി, ഒത്തിരി ഒത്തിരി, സത്യമായിട്ടും. അതാരൊക്കെ തന്നെ എതിർക്കാൻ ശ്രമിച്ചാലും നിൻ്റെ ജീവിതം ഒന്നങ്ങ് തകർന്നു പോയില്ലേ. ഉസ്താദേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതെ, എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാം, നന്നായിട്ടറിയാം. എനിക്കറിയാമല്ലോ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിനക്ക് ദുരിതം നിറഞ്ഞ ജീവിതമായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് ഒരു സ്വർഗ ജീവിതം ഞാൻ നിനക്ക് തരും, ഉറപ്പ്, സത്യമായിട്ടും. എന്താ, പറ്റില്ലേ? ഇൻഷാ അല്ലാഹ്, അള്ളാഹ് വിധിച്ചാൽ തീർച്ചയായിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ശരിക്കും അതാ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവളുടെ ആ ഒരു കർണപുടങ്ങളിൽ എന്തോ ഒന്ന് വന്ന് നിന്നതുപോലെ അവൾക്ക് തോന്നി. പഠിച്ചോനെ, അവൾ അറിയാതെ വിളിച്ചു, അല്ലാ റബ്ബേ. എന്താ ഹാദി നീ ഒന്നും മിണ്ടാത്തത്? ഉസ്താദേ, ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ നിനക്ക്? ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് എൻ്റെ ഉസ്താദെ പ്ലീസ് അങ്ങനെ പറയരുത്. അതെ, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. സമാധാനത്തോടു കൂടിയുള്ള ജീവിതം മാത്രമാണ് ഉസ്താദേ ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഹാദി, എനിക്കറിയണ്ട, ഒരു വിഷമവും ഉണ്ടാവില്ല എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ അതാ നമ്മുടെ ആഷി ഉസ്താദ് തന്നെ ആ ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് അതാ അവരുടെ മുറ്റത്തേക്ക് കിടക്കുന്നു. അവർ അല്പസമയം ആ പൂന്തോട്ടത്തിലായിരുന്നു. സഫീർ കാത്തു നിൽക്കുന്നു. ഉസ്താദ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ സഫീർ പറഞ്ഞു, അല്ല ഉസ്താദ്, കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? എന്താ, ഒന്നും ചോദിച്ചും പറഞ്ഞൊന്നും ചെയ്തില്ലേ? അപ്പോഴും അത് ചില കാര്യങ്ങൾ ആഷി ഉസ്താദ് ചോദിക്കാൻ വിട്ടുപോയി. എന്നാൽ സഫീറിനോട് പറഞ്ഞു, എൻ്റെ സഫീർ, അതെ, അതൊക്കെ ചോദിച്ച് കഴിഞ്ഞതില്ല, അതൊക്കെ എനിക്ക് അറിയുന്നതല്ലേ. എന്നാലും അങ്ങനെയല്ലടാ, പെണ്ണ് കാണാൻ പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും പറയ്ക്ക് വേണ്ടേ? ചോദിച്ചു പറഞ്ഞു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് അവളുടെ മനസ്സിനോടാണ്. അവളുടെ മനസ്സാക്ഷി എനിക്ക് ഉത്തരം നൽകി. അതവളുടെ കണ്ണിലൂടെ അങ്ങ് നിറഞ്ഞൊഴുകി. ആഹാ, നീ കരയിപ്പിച്ച് കളഞ്ഞല്ലോ. അല്ല, അത് സാരല്ല, എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് നടക്കണം, റെഡിയാവണം. എന്തായാലും പെണ്ണുകൾ കഴിഞ്ഞു. അങ്ങനെ അതാ ഹാദിയോട് ഉസ്താദ് പറയുന്നു, ഹാദി, എന്നാൽ ഞങ്ങളങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഇനി വൈകിപ്പിക്കില്ല കേട്ടോ, നിക്കാഹ് നേരെ ഈജിപ്തിലേക്ക് പോക്ക്. അല്ല, അതിപ്പോൾ തന്നെ? അതെ, അതിപ്പോൾ തന്നെ സെറ്റാക്കിയാലല്ലേ അപ്പോഴേക്കും അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. എന്താ, പറ്റില്ലേ? എന്താ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നൊരു തോന്നലുണ്ടോ? ഏയ് ഇല്ല, എൻ്റെ ഉസ്താദിൻ്റെ കൂടെ എവിടെയാണെങ്കിലും ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അതൊരു പക്ഷേ ഒരു ഓലക്കുടിലാണെങ്കിലും ചെറ്റക്കുടിലാണെങ്കിലും എനിക്ക് സമാധാന സന്തോഷം എൻ്റെ ഉസ്താദിൻ്റെ അത് മാത്രമാണ് ഞാൻ കൊതിക്കുന്നത്, മറ്റൊന്നുമല്ല. അങ്ങനെ അതാ അവർ അവിടെ നിന്ന് പെണ്ണ് കണ്ടിറങ്ങുകയാണ്. എന്നാൽ വീട്ടിൽ നിന്ന് ആയിഷ ഉമ്മയോട്, ഉമ്മച്ചി എന്താ പെണ്ണെ? പിന്നെ ആഷിക്ക് അവിടെ കൂടി തോന്നുന്നുണ്ട്, കാണുന്നില്ലല്ലോ. ഇതെന്താ നിക്കാഹിന് പോയതോ? നമ്മളറിയാതെ ഇത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിക്കാൻ തുടങ്ങിയോ? എൻ്റെ റബ്ബേ, എന്താ പെണ്ണി ഈ പറയണത്? അങ്ങനൊന്നും പറയില്ല, അവരിങ്ങനെ എത്തിക്കോള്. ഓരോ മുറ്റം തന്നെ ഒരു ഏക്കറുകളുണ്ട്. അതിന് കൂടെയൊക്കെ വണ്ടി ഓട്ടി വന്നിട്ട് വേണ്ടേ? ഈ ഉമ്മാൻ്റെ ഒരു കാര്യവും എന്തിനിങ്ങനെ പറയുന്നത്? ഒരു ഏക്കർ മുറ്റോ? അല്ല മോളൊരു സുമാറ് പറഞ്ഞതാണ്. അല്ലെങ്കിൽ 2 മണി കടുക്, 2 മണി ജീരകം എന്നൊക്കെ പറയുമ്പോൾ 2 മണിയല്ലല്ലോ, അതിൽ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. അതൊരു പറച്ചിലാണ് അല്ലേ? എന്നാലും കിട്ടിയ ഭാഗ്യം. എൻ്റെ മോൻ കഴിച്ചിലായി. എൻ്റെ മോന് എന്തമ്മ, ആശ്വസ്താൻ ഇനി പണിക്ക് പോകണ്ടെന്നായിരിക്കില്ലേ അർത്ഥം? കാരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ. അല്ല എൻ്റെ പൊന്നാര കുട്ടി, ഞാൻ എന്ത് എടുക്കണേ, എന്ത് വാങ്ങാൻ, എനിക്ക് എന്താ ഉള്ളത്? എൻ്റെ പൊന്നാര കുട്ടി, ഞാൻ പറഞ്ഞത് അതൊന്നല്ല. എൻ്റെ പൊന്നുമോനിക്ക് ഉമ്മ മനസ്സിലായി, സാമ്പത്തികമായിട്ടുള്ള ഭാര്യമാരൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർക്കും കിട്ടുമല്ലോ. പക്ഷേ
നമ്മൾ എന്നാൽ ആ ഉമ്മയുടെ മുഖം പെട്ടെന്ന് വാടി. പെടി പെണ്ണേ, ഞാൻ എൻ്റെ പൊന്നു മോളെ കൊടുത്തില്ല ഹബീബ് ഉസ്താദിന്, അതിന് മേലെ പിന്നെ എന്ത് സ്ത്രീധനം കൊടുക്കേണ്ടത്? അല്ലോ ഉമ്മ, എന്നാലും ഇനിയിപ്പോൾ ചിലരൊക്കെ ചോദിക്കൂലേ, അപ്പോൾ ഒന്ന് പറയാനും എൻ്റെ പൊന്നാരേ, ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് ആവുമ്പോഴല്ലേ അതിനനുസരിച്ച് ചെയ്യാട്ടോ. ഐഷുവിനെ ഉമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തന്നെ ഉത്തരം മുട്ടിപ്പോയി. എന്തായാലും വേണ്ടിയില്ല. സത്യം പറഞ്ഞാൽ ഐഷുവിൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു ചിന്തയായിരുന്നു. എന്നാൽ അത് ദൂരെ നിന്ന് ഹോണടി കേൾക്കുന്നു. ഉമ്മ വരുന്നുണ്ട് പുന്നാര മോനെ, എൻ്റെ പൊന്നാര കുട്ടി, ഞാനെ പറഞ്ഞ് വെറുപ്പിക്കണ്ടോരാന്ന്. വെറുപ്പിക്കും. എൻ്റെ കല്യാണത്തിന് എന്തൊക്കെയായിരുന്നു ഇക്കൊക്കെ പറഞ്ഞിരുന്നത്, എത്ര നുള്ളൻക്ക് കിട്ടിയിരുന്നത്, അതൊക്കെ പകരം വീട്ടാനുണ്ട്. എന്നാൽ ആഷി ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. പിന്നാലെ സഫീറും, ഉമ്മ മോനെ എന്തായിടാ? അല്ലേ നമ്മളിപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കണ്ടോന്നും കാര്യമാക്കാൻ പറ്റൂല. അതാണ് പറഞ്ഞത്, പൊന്നു മോനെ ശരിക്കൊന്ന് പോയി കണ്ടുപോര്. അല്ല കുട്ടിയെ, എന്താ ഇമ്മാൻ്റെ കുട്ടിക്ക്? ഉമ്മ 100 വട്ടം ഇഷ്ടമാണ് ആദ്യേ, മതി, സന്തോഷമായി. ഉമ്മയുടെ മനസ്സ് വല്ലാതെ കുളിർത്തു. അല്ലാ പഠിച്ചോനെ, ഇനിയിപ്പോൾ എന്നാ വൈകിപ്പിക്കണ്ട, നിക്കാഹിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം. എന്നാൽ പെട്ടെന്ന് ആശ്വസ്ത പറഞ്ഞു, ഉമ്മ 1 മിനിറ്റ്, എനിക്ക് അതിനു മുമ്പായിട്ട് ഒരിടം വരെ ഒന്ന് പോയി വരാനുണ്ട്. അതും കൂടി ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാ തീർച്ചയായും പെട്ടെന്ന് നിക്കാഹിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ അത് സഫീറിനെ കാണുന്നു. സഫീർ പറയുന്നു, എടാ വീട്ടിലേക്ക് ശരിയാണ് പോകണം, വിളിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തെ പോക്കിന് പഴയ പോലെ ദുഃഖം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ആശ്വസ്ത പറഞ്ഞു, സന്തോഷകരമായിരിക്കട്ടെ നിൻ്റെ ഫാമിലി. ഞാനാണ് പറയുന്നത്, നിന്നെ സന്തോഷത്തോടു കൂടി നിൻ്റെ ഉമ്മ സ്വീകരിക്കും, ഉറപ്പാണ്. ആശി സത്യം? അതേടാ, സത്യമായിട്ടും നിന്നെ സ്വീകരിക്കും നിൻ്റെ ഉമ്മ, അതെനിക്ക് ഉറപ്പുണ്ട്, സ്വീകരിക്കും. പിന്നെ മറ്റോൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ജ്യേഷ്ഠൻ്റെ അതെന്തോ അറിയില്ല, പക്ഷെ ഉമ്മ സ്വീകരിച്ചിരിക്കും. എന്താ, ഉറപ്പല്ലേ? കാരണം ഉമ്മ പറഞ്ഞ കാര്യത്തിലാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് ഉമ്മ സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ശരിക്കും ആഷി ഉസ്താദ് അത് സഫീറിന് ധൈര്യം കൊടുത്തു. എന്നാൽ ആഷി ഉസ്താദ് ഉമ്മയോടെല്ലാം പറഞ്ഞു, ഉമ്മ എന്നാൽ ഞങ്ങളത് പോയിട്ട് വരാട്ടോ, മക്കളെ നല്ല ചൊല്ലിപ്പോയിക്കോളി, പഠിച്ചോ ഹയറിലാക്കട്ടെ. ആ ഉമ്മ അപ്പോൾ തന്നെ ലഖദ് ജാക്കും ചൊല്ലി ദുആ ചെയ്തു. റഹ്മാനെ, മക്കളെ നീ കാത്തുരക്ഷിക്കല്ല. ശരിയാണ്, ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, പറഞ്ഞിട്ടെന്താ? അതെ, കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഹാദിയാൻ്റെ സ്ഥിതി പഠിച്ചോനെ പാവാണ്. അങ്ങനെ ആഷി ഉസ്താദും സഫീറും പുറപ്പെടുകയാണ്. ഉമ്മയുടെ യാത്ര പറഞ്ഞുകൊണ്ട് അത് സഫീറിൻ്റെ മനസ്സിൽ വല്ലാതെ ടെൻഷൻ ഉണ്ടായിരുന്നു. ആഷിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. സഫീറിൻ്റെ മുഖം അത് പേടികൊണ്ട് ചുവക്കുന്ന പോലെ തോന്നി. എന്താടാ ഇത്, സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നത്, ഉമ്മയുണ്ടാവും നിന്നെ സ്വീകരിക്കാൻ, ഉറപ്പാണ്, ഇത് നോക്കിക്കോ. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു നേരെ സഫീറിൻ്റെ വീട്ടിലേക്ക്. സഫീറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഭയം മനസ്സിലില്ലാതില്ല. കാരണം മറ്റൊന്നുമല്ല, അതെ അന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴേ, സഫീർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ എന്തൊക്കെ തന്നെയാലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഒരു പുളിക്കൽ തറവാട് ലക്ഷ്യമാക്കി പോവുകയാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഒരു വലിയ ഗേറ്റ്, അതിൻ്റെ മുകളിലായിട്ട് നല്ല മനോഹരമായി സെറ്റാക്കിയ ചെടികളും പൂക്കളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവൻ ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ മിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കാരണം ഒന്നിനും മടിക്കാത്തവരായിട്ട് ഇവിടെ ആളുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബേ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മുന്നോട്ട് നടന്നത്. കൂടെ ആഷി ഉസ്താദും. സഫീറിനെ കണ്ട മാതാവിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ആഷി ഉസ്താദിനെ, സഫീറിനെ, അവർ രണ്ടുപേരെയും അവർ സ്വീകരിക്കുമോ? തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ സ്വീകരിക്കുമോ? എന്തായിരിക്കും സംസാരിക്കുക? അതല്ല എന്നുണ്ടെങ്കിൽ ജസീർ അവരെ കണ്ടാൽ എന്തായിരിക്കും അവരുടെ പെർഫോമൻസ്? നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ വീഡിയോയിൽ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.